കേസിൽ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബലാത്സംഗം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ്. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജില്ലാ ക്രൈംബ്രാഞ്ചായിരുന്നു എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്കെതിരായിട്ടുള്ള കേസ് ബലാത്സംഗ പരാതി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഒന്നിലേറെ തവണ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. യുവതി ഇത് ഈ കുറ്റപത്രത്തിൽ ശരിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം. അതും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് യുവതിയെ ആദ്യം എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ ബലാത്സംഗം ചെയ്യുന്നത്. ഇത് 2022 ജൂലൈ 4-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചും കുന്നത്ത് നാട്ടിലെ വീട്ടിൽ വെച്ചും ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു. തുടർന്ന് കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമവും എംഎൽഎയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം 5 വർഷമായി തനിക്ക് പരിചയമുള്ള ഒരു യുവതിയെയാണ് ആ പരിചയം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിനൊപ്പം എൽദോസിനെ കൂടാതെ എൽദോസിന്റെ 2 സുഹൃത്തുക്കൾ കൂടി ഈ കേസിൽ പ്രതിയാണ്. അത് റനീഷ, അതോടൊപ്പം തന്നെ സിപ്പി നസറുദ്ദീൻ എന്നിവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. പരാതി പിൻവലിക്കുവാൻ വേണ്ടി യുവതിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. ഏതായാലും കൃത്യമായ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കിയുമാണ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.